ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 52. തെറ്റുകൾ തിരുത്തേണ്ട രീതി. ഈശ്വര. ഭമേ, നീ ആഫീസിൽ പോകുന്നില്ലേ? സമയമൊന്നും ആയില്ലല്ലോ. ശരി, അപ്പൊ ഒന്ന് കാപ്പി എടുത്ത് വെക്കേ, നമുക്ക് ഒരുമിച്ച് കാപ്പി കുടിക്കാം. ഇതെന്തു പറ്റി? പതിവില്ലാത്തൊരു സ്നേഹം. സാധാരണ ഇങ്ങനെ അല്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടല്ലേ മോഹനേട്ടൻ അടങ്ങൂ. അത് നിനക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാത്തോണ്ടാ. ഇന്ന് ഡിസംബർ 31. എന്തേ ഡിസംബർ 31 വഴക്കുണ്ടാക്കാൻ പാടില്ലേ? അതല്ല ഭാമേ, ഇന്ന് ഒരു വർഷം അവസാനിക്കുകയാണ്. 2012. നമ്മൾ ഇനി ജീവിക്കാൻ പോകുന്നത് പുതിയ വർഷത്തിലേക്കാണ്. അതുകൊണ്ട് അപ്പോ മനുഷ്യരാകുമ്പോ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറ്റും. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല എന്നാണ് ശാസ്ത്രം. അങ്ങനെ പറ്റുന്ന തെറ്റുകൾ ഓർത്തെടുത്ത് അത് തിരുത്താനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ദിവസമാണ് ഡിസംബർ 31. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ തമ്മിൽ കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്തായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. തെറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് തിരുത്തണം. ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് അതേപ്പറ്റി ആലോചിക്കാം. മോഹനേട്ടൻ എന്താ പറ്റിയത്? അങ്ങനെ വേണം ഭാമേ. എനിക്ക് പറ്റിയ തെറ്റുകൾ സമ്മതിക്കാനും തിരുത്താനും ഞാൻ തയ്യാറാണ്. നിനക്ക് പറ്റിയത് നീയും തിരുത്തണം. എന്തു പറയുന്നു? നല്ല ഐഡിയ ആണ്. പക്ഷേ നമ്മൾ തമ്മിലുണ്ടായ സകല വഴക്കുകളുടെയും കാരണം മോഹനേട്ടന്റെ എടുത്തുചാട്ടവും വാശിയല്ലേ? അത് മാറ്റി തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെ പറയരുത്. ഞാൻ ഒരു എടുത്തുചാട്ടവും കാണിച്ചിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെയല്ലല്ലോ. വാങ്ങാൻ പോകുന്ന വീടിന് എത്ര മുറി വേണമെന്ന് പറഞ്ഞ് തർക്കിച്ചിട്ടില്ലേ? പെണ്ണുങ്ങൾ സാരി ഉടുക്കണോ ചുരിദാർ ഇടണോന്ന് പറഞ്ഞ് തർക്കിച്ചിട്ടില്ലേ? അല്ല, അതിന് ഞാൻ പറഞ്ഞിരുന്ന തെറ്റ് ഇതാ നിന്റെ കുഴപ്പം. ഞാൻ മര്യാദയ്ക്ക് ഒരു കാര്യം പറയാൻ വരുമ്പോ നീ അതിനകത്തങ്ങ് ഇടങ്കോലിടും. നിന്റെ ഈ സ്വഭാവമാണ് എല്ലാത്തിനും കാരണം. നിന്റെ അഹങ്കാരം. മോഹനേട്ടൻ ഒഴിച്ചുള്ളവരെല്ലാരും മോശക്കാരാണെന്നുള്ള ഈ ധാരണ ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ട് എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നാൽ മതി. ലോകത്ത് ഇത്രയും ധിക്കാറുള്ളൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇപ്പൊ എന്തിനാ കുഴപ്പം? ഭമേ, ഒരു കാര്യം പറയാൻ വരുമ്പോ നീ അത് വകവെച്ച് തരില്ല. അതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നിനക്ക് കഴിഞ്ഞ വർഷം എത്രയോ തെറ്റുകൾ പറ്റിയിരിക്കുന്നു. അതൊന്ന് സമ്മതിക്കാതിരിക്കാനാണല്ലോ നീ അവിടെ നിങ്ങൾ ഓടി വന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയ്. തെറ്റാണെന്ന് ബോധ്യമായ ഞാനത് സമ്മതിച്ചു തരാം. നീ ഒരു ദിവസം ഇവിടുത്തെ ഫാനും ലൈറ്റ് ഓഫ് ചെയ്യാതെ ഓഫീസിൽ പോയില്ലേ? അതിന്റെ പേരിൽ ഇവിടെ നഷ്ടമായ വൈദ്യുതി എത്രയെന്ന് നിനക്കറിയോ? പിന്നൊരു ദിവസം നീ പാൽ അടുപ്പത്ത് വെച്ചിട്ട് വേറെന്തോ ചെയ്യാനായിട്ട് പോയപ്പോ പാല് മുഴുവൻ തിളച്ച് തൂവിപ്പോയില്ലേ? അത് തെറ്റാണെന്ന് സമ്മതിക്കണം. എന്റെ ഒരു മഞ്ഞ ഷർട്ട് നീ ഇസ്തിരി ഇട്ടപ്പോ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം അത് കത്തിപ്പോയില്ലേ? അതുകൊണ്ട് എനിക്ക് നഷ്ടമായതോ 280 രൂപ. ശരി, ഇതെല്ലാം കൂടെ കൂട്ടിയാ ഞാൻ എത്ര രൂപ നഷ്ടം വരുത്തി കാണും? പറ. അതിപ്പോ ഒരു 10,000. അത്രയൊന്നുമില്ല. 5,000. 1,000. അതായത് കഴിഞ്ഞ ഒരു വർഷം എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടോ തെറ്റുകൊണ്ടോ നഷ്ടമായത് 1000 രൂപ. 1000 രൂപ ഒരു ചെറിയ തുകയാണോ? അല്ല. ഇനി മോഹനേട്ടൻ വരുത്തി നഷ്ടത്തിന് കിടക്കാൻ പറയട്ടെ. പണ്ട് പശുവിനെ വാങ്ങിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് പശുവിന്റെ വിലയും മോഹനേട്ടന്റെ ആശുപത്രി ചെലവും നാട്ടുകാർക്ക് കൊടുത്ത നഷ്ടപരിഹാരവും എല്ലാമായി രൂപ 10,000-40,000 രൂപ പോയി. അതൊന്നും നഷ്ടമല്ലായിരുന്നോ? പിന്നെ അടിച്ച ലോട്ടറി അടിച്ചെന്നറിയാതെ മറിച്ചു വിറ്റ് കളഞ്ഞത് 2 കോടി. പിന്നെ പിടിവാശിയും വിവരക്കേടും കാരണം ഓരോ നേരത്തുണ്ടാക്കിയ നഷ്ടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ തീരുകയേയില്ല. അങ്ങനെയുള്ളപ്പോൾ എന്റെ 1000 രൂപയുടെ കാര്യം പറയാൻ വേണ്ടി നാണമില്ല നിങ്ങൾക്ക്? അതിപ്പോ ഭാമേ,
ഞാനിപ്പോ നഷ്ടം വരും ഓർത്താണ് ഇതൊക്കെ ചെയ്തത്. ചിലപ്പോ അബദ്ധം പറ്റും. ചിലപ്പോഴെന്നല്ല, എല്ലായ്പ്പോഴും. അതുകൊണ്ടാണ് എനിക്ക് പറ്റിയ തെറ്റുകളുടെ കണക്കെടുക്കാതെ സ്വന്തം തെറ്റുകളുടെ കണക്കെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അതാണ് നല്ലത്. ഡിസംബർ 31 തെറ്റ് തിരുത്താൻ വേണ്ടി നടക്കുന്നു. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല, നീ നന്നാവില്ല. ഞാനേ ബാക്കിയുള്ളവരോട് സംസാരിച്ചോളാം. ഓ, കാപ്പി കുടിച്ചില്ല. എനിക്ക് കാപ്പി വേണ്ട. മാത്രമല്ല, നാളെ മുതൽ, അതായത് 2013 ജനുവരി 1 മുതൽ ഞാൻ ഈ മോഹനകൃഷ്ണൻ നീ സത്യഭാമ ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കില്ല. തീരുമാനിച്ചു. ഉറപ്പാണോ? ഉറപ്പ്. മോഹനകൃഷ്ണൻ അങ്ങനെ വെറും വാക്ക് പറയില്ല. സംശയണ്ട, എന്റെ ഈ മീശോയ്ക്ക് എനിക്ക് മനസ്സിലാവും. ആഹാ, ഉത്തമനെ ഒന്ന് കാണണമെന്ന് ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ. എന്തു പറ്റി സാറേ? അത് പിന്നെ ഉത്തമ, ഇന്ന് ഡിസംബർ 31 നാളെ ജനുവരി 1. ഉത്തമനെ അറിയാലോ. അത് ശരി, കൊടുകൈ. അപ്പൊ സാറ് തുടങ്ങിയല്ലേ? എന്ത്? അല്ല, ഈ 1-ാം തീയതി ആണെന്നുള്ള കാര്യം എന്നെ കൂടെ ഓർമ്മിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള അന്തസ്സുള്ള മദ്യപാനികളാണല്ലോ. ഈ 1-ാം തീയതി ബാർ അവധിയായതുകൊണ്ട് ഞാനാണല്ലോ എല്ലാവർക്കും മദ്യം സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് അല്ല, സാറ് സ്മോളടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 1-ാം തീയതിയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സാധനം ഞാൻ അറേഞ്ച് ചെയ്യാമല്ലോ. ഞാൻ മദ്യപിക്കാൻ? ഉത്തമൻ എന്താ ഭ്രാന്തുണ്ടോ? അല്ല, സാറ് വഴിയിൽ പിടിച്ചു നിർത്തിയിട്ടെ 1-ാം തീയതിയുടെ ഡേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു സാറ് ഇത് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇല്ലേ? അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കരുതരുത് ഉത്തമ. ഇന്ന് ഡിസംബർ 31 ഞാൻ പറഞ്ഞത്. ഇന്ന് ഈ വർഷം 2012 തീരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷം ഞാനും ഉത്തമനും തമ്മിൽ 1-2 ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതല്ലേ നല്ലത്? അതൊരു നല്ല ഐഡിയ ആണ് സാറേ. സത്യം പറഞ്ഞ സാറിന്റെ മനസ്സിൽ ഇത്രയും നന്മയുണ്ടെന്ന് ഞാൻ കരുതിയില്ല. എന്റെ മനസ്സിലെ നന്മ നിങ്ങൾക്ക് ആർക്കും ഇതൊരു മനസ്സിലായിട്ടില്ല. ലോകത്തുള്ള സകല മനുഷ്യരും സുഖമായി കാണണമെന്നാണ് എന്റെ ആഗ്രഹം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ അത് കേൾക്കാത്ത ആരാണുള്ളത്? എന്നാൽ എന്താ അതിന്റെ അർത്ഥം? അല്ല, ഈ അർത്ഥം ഈ പഴഞ്ചൊല്ലിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം വല്ലതും ഉണ്ടോ സാറേ? പഴഞ്ചൊല്ലോ? പഴം അതെന്തേലും ആയിക്കോട്ടെ, സാറ് പറയാൻ വന്ന കാര്യം പറ. അതായത് കഴിഞ്ഞ വർഷം ഞാൻ ഉത്തമനോടും ഉത്തമൻ എന്നോടും ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഉത്തമൻ ചെയ്ത തെറ്റുകൾ ഞാൻ ക്ഷമിച്ചു. എന്റെ തെറ്റുകൾ ഉത്തമനും ക്ഷമിക്കണം. അയ്യോ, സാറങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്യാത്ത ആളല്ലേ, പിന്നെ ഞാൻ എന്തോന്ന് ക്ഷമിക്കാൻ. പിന്നെ പശുവിനെ വാങ്ങിച്ച കാര്യത്തിൽ സാറിന് എന്നോട് ചെറിയ പരിഭവം ഉണ്ടെന്ന് എനിക്കറിയാം. സത്യത്തിൽ അത് ഞാൻ മാത്രം അക്കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നു. ഇന്ന് രാവിലെ ആ പശുവിന്റെ കാര്യം പറഞ്ഞ് ഭാമ എന്നെ കളിയാക്കി. ശരി, വക്കില്ല കാര്യം. ഇനിയിപ്പോ അവൾ ഈ ജന്മം മുഴുവൻ അതോർത്ത് എന്നെ കളിയാക്കും. ഇപ്പൊ ആ കേസിൽ തെറ്റെന്റെ ഭാഗത്ത് മാത്രമല്ലല്ലോ, സാറിനും ആ കേസില്. ഞാനെന്ത് തെറ്റ് ചെയ്തു? ഉത്തമൻ ഒരാളാണ് എന്നെ ആ കുഴിയിൽ കൊണ്ട് ചാടിച്ചത്. ഉത്തമന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. പശുവിന് ഇല്ലാത്ത വില എന്റെ തലയിൽ കെട്ടിവെച്ച് കമ്മീഷൻ വാങ്ങുക. അതും പോരാഞ്ഞ് നാട്ടുകാര് മുഴുവൻ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങുക. കൈയൊടിഞ്ഞതിന് ഞാൻ ആശുപത്രിയിലും കയറി. എല്ലാത്തിനും കാരണം നീ ഒറ്റ. സാറെ, പശു നാട്ടുകാരുടെ പറമ്പിൽ കയറിയത് എന്റെ കുറ്റം കൊണ്ടാണോ? അറിയാത്ത പണിക്ക് പോയി സാറിന്റെ കൈയൊടിഞ്ഞത് എന്റെ കുറ്റം കൊണ്ടാണോ? ഉത്തമ നീ പറഞ്ഞ തെണ്ടു തരാം സാറേ. എന്നെ പറ്റിച്ച് 19,000 അടിച്ചു മാറ്റിട്ട് ന്യായം പറഞ്ഞത് നാളെ കേട്ടോ നീ. സാറേ, ഞാൻ ഒന്ന് പറയുന്ന കേക്ക്. അതായത് സാറേ, ഞാൻ ഒന്ന് പറയുന്ന കേക്ക്. സാറേ അവിടെ. അത് കൊള്ളാല്ലേ? സാർ വഴക്ക് പറഞ്ഞു ഒതുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ അതോ പുതിയ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? കഷ്ടമാണ് സാറേ. ഇന്ന് ഈ വർഷം തീരുന്ന ദിവസമല്ലേ? രാവിലെ ആഫീസിൽ ചെന്നിരുന്ന് ചെയ്തു തീർക്കാനുള്ള പണിയൊക്കെ ചെയ്ത് തീർക്കാൻ നോക്ക്. അല്ലാതെ നട റോഡിൽ നിന്ന് വളവളാന്ന് അലയ്ക്കാതെ. പിന്നെ സാറേ, ഇന്ന് 2012 തീരുകയാണ്. ഒരു 50 വർഷം കൂടെ കഴിഞ്ഞാൽ സാറിന്റെ സ്വഭാവം ഇങ്ങനെ ഇരിക്കും. എന്നെ വെറുതെ വിട്ടേക്ക്. നമ്മളില്ലേ തോപ്പിക്കാൻ നോക്കല്ലേ നീ? ഞാൻ തോറ്റ് പോരെ. തോപ്പിക്കാൻ നോക്കുന്നു എന്നെ പറ്റിച്ചവൻ ആണ് കേട്ടോ.